തള്ളി നീക്കുവാനിടയായി. ഞാനൊരു സഹോദരന്മാരെന്ന പോലെയാണ് നിങ്ങളെ കണ്ടുകൊണ്ട് സംസാരിക്കുന്നത്. ബൈബിളിലൊരു വാക്യമുണ്ട്, ഭൂതലം എങ്ങും കുടിയിരിപ്പാൻ അവനൊരുത്തനിൽ നിന്ന് സകല മനുഷ്യജാതികളെയും സൃഷ്ടിച്ച് അവരുടെ നിവാസത്തിന് കാലങ്ങളെയും അതിരുകളെയും ദൈവം വേർതിരിച്ചു. നമ്മുടെ ജീവിതത്തിൻ്റെ താഴ്ചയിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയിലും ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല എന്ന് തിരുവചനം വ്യക്തമായി പഠിപ്പിക്കുന്നു. അതുമാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നാം ആര് എന്ന് ദൈവം നമ്മെക്കുറിച്ച് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. സുവിശേഷങ്ങൾ, ആദ്യത്തെ സുവിശേഷം മത്തായി സുവിശേഷത്തിൽ ആ സുവിശേഷകൻ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രവചനാത്മാവിൽ പറഞ്ഞിരിക്കുന്ന ദൂത് 68 പ്രവചനവാക്യങ്ങൾ നിറവേറിയതായി അവിടെ കാണുവാൻ കഴിയും. ഇവിടെ ജനിക്കണമെന്നും ആരായിത്തീരണമെന്നും സ്വന്തം ജനിച്ച സ്ഥലം വിട്ട് ഏത് സംസ്ഥാനത്തേക്ക് പോകണമെന്നും ആരൊക്കെ അവരെ പീഡിപ്പിക്കുമെന്നും രോഗികളെ സൗഖ്യമാക്കുമെന്നും ക്രൂശിക്കപ്പെടുമെന്നും ഉയർത്തെഴുന്നേൽക്കുമെന്നും അനേകർക്ക് സന്തോഷം പ്രദാനം ചെയ്യുമെന്നും വീണ്ടും മടങ്ങി വരുന്ന 68 പ്രവചനവാക്യങ്ങൾ എടുത്ത് മത്തായി സുവിശേഷകൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇതൊന്നും അറിയാത്തൊരു മനുഷ്യനായിരുന്നു ഞാൻ. അമ്പലപ്പുഴ ഭരിച്ചിരുന്ന ചെമ്പകശ്ശേരി മഹാരാജാവിൻ്റെ തലമുറ അവസാനത്തെ കണ്ണി ഇത് വിശേഷിപ്പിക്കത്തക്കവണ്ണം തലവടി രാമവർമ്മപുരം ക്ഷത്രിയ തറവാട്ടിൽ എൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും 12 മക്കളിൽ 9ാമത്തവനായി ജനിച്ച് വളർത്തപ്പെട്ടുവെങ്കിലും ജീവിതത്തിൽ ചെയ്ത പാതകങ്ങളുടെ നടുവിൽ നാം ആരും പാപിയായി ജനിച്ചതല്ല, പാപിയായതുകൊണ്ട് നാം പാപം ചെയ്യുകയാണ്. ഇപ്പം ജനിക്കുന്ന ശിശുക്കൾക്കാർക്കും പാപം പറയാൻ നമുക്ക് കഴിയില്ല. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ഈ ലോകത്തിൽ കടന്നു വന്നുകൊണ്ട് സകല മനുഷ്യരും പാപികളായി തീർന്നത് കൊണ്ട് നാം പാപം ചെയ്യുക. ജന്മന നാം പാപികളല്ല. നാം എവിടെ ജനിക്കണമെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം. ആരുടെ വിധത്തിൽ ജനിക്കണമെന്നും എപ്രകാരമായിരിക്കും ലോകം ഉണ്ടാകുന്നതിന് മുൻപ് ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ആറന്മുളയ്ക്ക് തൊട്ടടുത്തുള്ള നാക്കാലിക്കൽ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ബാലഭട്ട വിജയാനന്ദ സ്വാമികളുടെ ആശ്രമത്തിൽ എൻ്റെ പഠനത്തിന് ശേഷം ഭാരതീയ മതപഠനത്തിനായി ഒരു ഭേദപഠിതാവായി എന്നെ അവിടെ കൊണ്ടുവാക്കുവാനിടയായി. മദ്യത്തിൻ്റെയും മയക്കുമരുന്ന് അഭിമുഖത്തിൽ ആശ്രമ അന്തരീക്ഷം വിട്ട് 13 വർഷക്കാലം വടക്കേണ്ടിയിൽ അധോലോക സംഘത്തിൻ്റെ കാവൽപ്പടനായി തമിഴ്നാട്ടുകാരനായ ഒരു വരദരാജ മുതലിയാറുമായി ചേർന്ന് ദാവൂദ് ഇബ്രാഹിമിൻ്റെ എതിർപ്പാർട്ടിയായിരുന്ന ആ വരദരാജ മുതലിയാറുമായി ചേർന്ന് 13 വർഷക്കാലം അധോലോക സംഘത്തിൻ്റെ കാവൽപ്പടനായി മദ്യത്തിനും മയക്കുമരുന്നൊക്കെ അടിമയായി നാവിൻ്റെ തുമ്പത്ത് കടിപ്പിക്കുന്ന പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച സ്നേക്ക് ബൈറ്റ് എന്നറിയപ്പെടുന്ന ആ കടി മേടിച്ച് 18 മണിക്കൂർ ചിറകില്ലാതെ പറക്കുന്ന ആ പ്രതീതിയിൽ, ആ ലഹരിയിൽ എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തെ തള്ളി നീക്കിയെങ്കിലും വീണ്ടും എനിക്ക് പാതകങ്ങളുടെ നടുവിൽ കൂടി മാത്രമാണ് കടന്നു പോകേണ്ടി വന്നത്. 1984 ഇടുക്കി ജില്ലയിൽ സൂര്യനിൽ നടന്നൊരു കൊലപാതക കേസിൽ 13 മാസക്കാലം വനത്തിൻ്റെ അകത്തളങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞ് ശബരിമല ക്ഷേത്രത്തൊട്ടുള്ള ഉപ്പുപാറ എന്ന ഗ്രാമപ്രദേശത്ത് ആ വനത്തിൽ ഒറ്റയ്ക്ക് യൂക്കാലിസ് മരങ്ങൾക്ക് കാവൽ നിൽക്കുന്ന ഹിന്ദുസ്ഥാൻ പേപ്പർ കോർപ്പറേഷൻ്റെ വെള്ളൂർ ന്യൂസ് മിൽ ഫാക്ടറിയുടെ ആ പേപ്പർ കോർപ്പറേഷൻ്റെ യൂക്കാലിസ് മരങ്ങൾക്ക് കാവൽ നിൽക്കുന്ന ഒരു കാവൽക്കാരനായി മാറി. വന്യമൃഗങ്ങളെ ഓടിച്ചിട്ട് പിടിച്ച് അതിൻ്റെ മാംസം പച്ചയ്ക്ക് കഴിക്കുന്ന ഒരു മുഴുവൻ ഭ്രാന്തൻ ഇത് നിങ്ങളുടെ മുൻപാകെ ഇപ്രകാരമായിരിക്കും നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ? ഒരിക്കൽ പോലും പോലീസ് പിടികിട്ടാപ്പള്ളിയായി പ്രഖ്യാപിച്ച് കഴിഞ്ഞ സ്ഥാനത്ത് അന്ന് 1985 44-45 കാലഘട്ടങ്ങളിൽ കേരളം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രി കെ നയനാർ ദിവസം വിളിച്ചുകൂട്ടി ആ നരാധവനെ എങ്ങനെങ്കിലും അറസ്റ്റ് ചെയ്യണം എന്ന ആ നിയമത്തിൽ പോലീസ് കൈവിട്ട സ്ഥാനത്ത് ആ വണ്ടിപ്പെരിയാർ പോലീസ് കോൺസ്റ്റബിളിലെ ജ്യേഷ്ഠൻ വനത്തിൽ കൂടി കടന്നു വരുമ്പോൾ ഉപ്പുപാറ എന്നറിയപ്പെടുന്ന പ്രദേശത്ത് താടി വളർത്തി ഒരു വസ്ത്രധാരിയായി അവൻ ആ വനത്തിനകത്ത് കഴിഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് തൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് അവൻ വസ്ത്രം മാറി ക്ഷൗരം ചെയ്ത് മദ്യമൊക്കെ നൽകുന്നത് ഒരിക്കലും ഒരു മനുഷ്യന് മുമ്പിൽ തുറക്കാത്ത എൻ്റെ മനസ്സിൻ്റെ ചെപ്പ് ആ പൊരുദൂഷ ജ്യേഷ്ഠൻ്റെ മുമ്പിൽ തുറന്നു. ഒട്ടും സമയം കഴിഞ്ഞില്ല, ക്രൈംബ്രാഞ്ചിൽ വിവരം അറിയിച്ചു. നാടകീയമായി വണ്ടിപ്പെരിയാറിൽ നിന്ന് അല്പമാത്രം അകലുള്ള ഹെലിബറിയ എസ്റ്റേറ്റ് ബംഗ്ലാവ് സമീപത്തു നിന്ന് നാടകീയമായി അറസ്റ്റ് ചെയ്ത് വിചാരണ തടവുകാരൻ തൊടുപുഴ സെഷൻസ് കോടതി എനിക്കതിലെ ആ ഒരു കുലമുക്ക് കൊടുക്കാവുന്ന ഇവൻ്റെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യത്തേത് രണ്ടാമത്തേത് ക്യാപിറ്റൽ
ഒഫൻസ്, വധശിക്ഷ ലഭിക്കത്തക്കവണ്ണമുള്ള കുറ്റമാണ് എന്ന് ആ കോടതി കണ്ട് എന്നെ മരിക്കുന്നത് വരെ തൂക്കുവാൻ വിധിക്കപ്പെട്ട് തിരുവനന്തപുരം സെൻട്രൽ ജയിൽ മതിൽക്കെട്ടുകൾക്കകത്താക്കി. അടുത്ത കാലത്ത് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട ജസ്റ്റിസ് ഫാത്തിമ ബീബിക്ക് അന്ന് ജയിൽ സൂപ്രണ്ട്, സോറി ഞാൻ പേര് പറയുന്നില്ല, ആ സഹോദരൻ അല്ലെങ്കിൽ ആ ഓഫീസർ കൊടുത്തൊരു മെഴ്സി പെറ്റീഷനിൽ കേരള ഹൈക്കോടതി ജസ്റ്റിസ് ഫാത്തിമ ബീബി വധശിക്ഷ അവൻ വീണ്ടും അത് ഉറപ്പിക്കുകയും മാത്രമല്ല ജീവിതത്തിൽ ഒരിക്കൽ പോലും തടവരെന്ന് പുറത്തുവിടരുത്, മരിച്ചെന്ന് ബോധ്യമായാൽ ഡെഡ് ബോഡി ബന്ധുമിത്രാദികൾ സംസ്കരിക്കുവാൻ ഏറ്റെടുക്കാനില്ല എങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വൈദ്യശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് വലിച്ചു കയറി പഠിക്കുവാനും പരിശോധിക്കാനും ആ ശവം കൊടുക്കാം എന്ന പേരിൽ എന്നെ വീണ്ടും സന്ദേശില്ലാത്താക്കി. വധശിക്ഷയ്ക്കെതിരായി നല്ലവരായ ജയിൽ സൂപ്രണ്ട് വീണ്ടും ഒരു പെറ്റീഷൻ അവർ സുപ്രീം കോടതിയിൽ കൊടുക്കുവാനിടയായി. സുപ്രീം കോടതി വിധി വധശിക്ഷ ജീവരന്തമായി കുറച്ചുവെങ്കിലും ഒരിക്കൽ പോലും ജീവനോടെ ആ സെൻട്രൽ മതിൽക്കെട്ടുകൾ അകത്തുനിന്ന് പുറത്തു വിടരുത് എന്ന വിധിന്യായമായി സെൻട്രൽ മതിൽക്കെട്ടുകൾക്ക് അകത്ത് കിടക്കുമ്പോൾ ആ തൂക്കുമരത്തിൽ ഞാൻ ആ കണ്ടം സെല്ലിനകത്ത് കിടക്കുന്ന സന്ദർഭങ്ങളിൽ നല്ലൊരു ജയിൽ ഉദ്യോഗസ്ഥൻ, പേര് പറയുന്നില്ല, അദ്ദേഹം കടന്നു കർത്താവിൽ വിശ്വസിച്ചാൽ ലഭിക്കുന്ന നന്മയെക്കുറിച്ച് പറഞ്ഞുവെങ്കിലും 27ഓളം ഹൈന്ദവ ഗ്രന്ഥങ്ങൾ എൻ്റെ തലയുടെ സൈഡിലുണ്ട്. ശ്രീരാമകൃഷ്ണ വചനാമൃതങ്ങളും ശ്രീരാമകൃഷ്ണ സൂക്തങ്ങളും ഭഗവത്ഗീതയും ഭാഗവതും അനേക ഗ്രന്ഥങ്ങളുണ്ട്. ആ മനുഷ്യരെ കരയിച്ചുകൊണ്ട് അവിടെ എഴുന്നേൽപ്പിച്ചു വിട്ടു. വധശിക്ഷ ജീവരന്തമായി മാറിയെങ്കിലും തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ 4 നമ്പർ ബ്ലോക്കിന്റെ ഏറ്റവും താഴത്തെ മുറിയിൽ അന്ന് അവൻ കേരളത്തെ നടുക്കിയ കരിക്കറ്റ് കൊലക്കേസിലെ റെനി ജോർജ്, കിബ്ലോ ഡാനിയല്, ഗുലാം മുഹമ്മദ്, ഗുണശേഖരൻ മുതലായ തടവുകാർ കഴിയുമ്പോൾ ഏറ്റുമാറി വിഗ്രഹം സ്റ്റീഫൻ, ഒലത്താതി കൊലക്കേസിൽ നിരവധി അനേകർ കിടക്കുന്ന സ്ഥാനങ്ങളിൽ അവരിൽ ഒരുവനായി ഞാനും മാറ്റപ്പെട്ടു. എന്നാൽ 1986 സഭയില്ലാത്തതുകൊണ്ട് വളരെ വേഗം ഞാൻ നിർത്തട്ടെ. 1988 ഡിസംബർ മാസം അവസാനത്തെ രാത്രി പലപ്പോഴായി ജയിൽ ഡോക്ടർ വാങ്ങിയ ആ ഡാസ്റ്റപ്പാം എന്ന ഗുളിക കഴിച്ച് ആത്മഹത്യ അവൻ ശ്രമിച്ചെങ്കിലും വായിൽ നിന്നും വയറ്റിൽ നിന്നും അല്പം മാത്രം പോയി മരണം എന്നെ വിട്ടകന്നു പോയി. മരിക്കാൻ കഴിയാത്ത സാഹചര്യം. ആ സമയത്ത് 86 ഡിസംബർ മാസത്തിൻ്റെ അവസാനത്തെ രാത്രിയിൽ ഒന്നിൽ ഒരു ശബ്ദം കേൾക്കുവാനിടയായി. 2ാം ക്ലാസ് മാത്രം പഠിച്ചിരുന്ന അവൻ ഇന്ന് നെയ്യാറ്റിൻകരയ്ക്ക് അടുത്തുള്ള കാക്കണം എന്ന ഗ്രാമത്തിൽ ഒരു സുവിശേഷം വലിയുന്ന നെൽസൺ നാടാർ, അത് വായിക്കാൻ അറിയാതെ ഒരു പുതിയ നിയമ പുസ്തകം തൻ്റെ നെഞ്ചത്ത് കമിഴ്ത്തി വെച്ചിങ്ങനെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് അയാൾ അറിയാതെ ആ പുസ്തകം എടുത്ത് വായിക്കുവാനിടയായി. പ്രിയപ്പെട്ട തിരുമേനി പറഞ്ഞൊരു പദമുണ്ടല്ലോ, തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു എന്ന ആ ഒരു വാക്യം എൻ്റെ ഹൃദയത്തെ തൊട്ടു. ആ രാത്രി ശബ്ദം കേൾക്കുവാനിടയായി, തൂക്കുമരത്തിൻ്റെ നിഴലിൽ നിന്ന് നിന്നെ വിടുവിച്ചത് ഞാനാണ്, എനിക്ക് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട്. അത് ജയിൽ ചാപ്പലിനകത്ത് കടന്നു വന്ന ഒരു ജയിൽ ഒരു അവൻ പുറത്തുനിന്ന് വന്ന ഒരു ഉപദേശി പറഞ്ഞ വാക്കുകൾ ഞാൻ ഏറ്റുപറയുവാനും യേശുവിനെ കർത്താവ് രക്ഷിതാവായി എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനും ഒരു ദൈവ പൈതലായി മാറുവാനും സാവകാശം കിട്ടി. വചനത്തിൽ പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും ജാതി മത വർഗ വർണ്ണ ലിംഗ വ്യത്യാസം കൂടാതെ സകലർക്കും ദൈവ മക്കളാകുവാൻ. അതാ പ്രിയപ്പെട്ട തിരുമേനി പറഞ്ഞത്, എൻ്റെ സഹോദരന്മാരെ ദൈവത്തിന്റെ മക്കളെ എന്ന് വിളിക്കുവാൻ കാരണം അവർ സകലർക്കും അധികാരം കൊടുത്തു. ഒരു ദൈവമെന്ന പദവി എൻ്റെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ കഴിഞ്ഞു. പക്ഷെ തടവറിൽ ഒരിക്കലും മോചനമില്ല. എന്തൊക്കെ നേടിയെടുത്താലും ഈ ജയിലിനകത്തു നിന്ന് ഒരു മോചനമില്ലെങ്കിൽ എന്തൊക്കെ സ്വാദുഭോജനങ്ങൾ തന്നാലും ഒരിക്കലും നമുക്ക് തൃപ്തിയാവുകയില്ല. എന്നെ കേൾക്കുന്ന എൻ്റെ വാത്സല്യ സഹോദരന്മാരെ, എൻ്റെ ആ 13 വർഷത്തെ ജയിൽ ജീവിതത്തിനകത്ത് വെച്ച് ഞാൻ യേശുവിനെ കണ്ടുമുട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരന്മാർ തന്നെ എന്നെ ഭൂമിയിൽ നിന്ന് മാറ്റുമായിരുന്നു. കാരണം അവർക്ക് ആ ക്ഷത്രിയ ധർമ്മം അനുഷ്ഠിക്കുവാൻ അവർ ബാധ്യസ്ഥരായതുകൊണ്ട്. എന്നാൽ ആ ജയിലിൽ വെച്ച് ഈ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടി. യേശുവിനെ കർത്താവും രക്ഷിതാമായി എൻ്റെ ഹൃദയത്തിൽ അംഗീകരിക്കുവാൻ, എൻ്റെ വാഗൊണ്ട് യേശുവിനെ ദൈവം മരിച്ചവനെ ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുവാൻ എനിക്ക് സാവകാശം കിട്ടി. പ്രിയ സഹോദരന്മാരെ, ഈ പകൽക്കാലം ആ ദൈവസ്നേഹം പങ്കുവയ്ക്കുകയാണ് ഞങ്ങൾ. അവൻ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകുവാൻ നമ്മുടെ ഇഷ്ടപ്രകാരമല്ല നാം ജനിച്ചത്. നമ്മുടെ മാതാപിതാക്കന്മാരുടെ ഇഷ്ടപ്രകാരമല്ല നാം ജനിച്ചത്. നാം എവിടെ ജനിക്കണമെന്നും എന്തായി തീരണമെന്നൊക്കെ നമുക്ക് മുൻപേ ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന്
ഈ ജയിൽ സ്പെഷ്യൽ അന്ന് 33 സബ് ജയിലുണ്ട്, 3 സെൻട്രൽ ജയിലുണ്ട്, ഒരു ഓപ്പൺ ജയിലുണ്ട്, ഒരു വനിതാ ജയിലുണ്ട്. ആ ഒരു സ്പെഷ്യൽ സബ് ജയിൽ തൃശ്ശൂർ വിയൂരെ ആ സ്പെഷ്യൽ സബ് ജയിൽ മാത്രമാണ്. ഇത് തടവുകാരുടെ എണ്ണം കൂടിയത് കൊണ്ട് ജയിലറകളുടെ എണ്ണവും കൂടിപ്പോയി. ആ ജയിലിനകത്ത് ഭോജനം കാണുവാൻ കഴിയാതെ ആയിരിക്കുന്ന സമയത്ത് അത് നിയമസഭാധികനായിരുന്ന എം വിജയകുമാർ MLA ജയിൽ വന്നപ്പോൾ ആ ജയിൽ സൂപ്രണ്ട് അനുവാദത്തോടെ കൊടുത്ത ഒരു പരാതി. പക്ഷെ എനിക്ക് 30 ദിവസത്തെ സാധാരണ പരോൾ അനുവദിക്കുവാനിടയായി. ഞാൻ ചിങ്ങവരം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഖത്തർദാസനുമായി ചേർന്ന് എൻ്റെ ജീവിത സാക്ഷ്യത്തെ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന അവൻ ഖത്തറിൽ ജോലി ചെയ്ത ഒരു പെൺകുട്ടി തീരുമാനിച്ചു, ഈ മനുഷ്യന് ജീവിതം കൊടുക്കണം. ജീവിതം മാറിയത് കൊണ്ടാണ്. കുറ്റവാളി ആയിരുന്നു എങ്കിൽ തന്നെയും ആ ദൈവ സ്നേഹത്താൽ പിടിക്കപ്പെട്ട് ദൈവ പൈതൽ എന്ന പദവി പ്രാപിച്ചത് കൊണ്ട് ആ പെൺകുട്ടി തീരുമാനിച്ചു, ഈ മനുഷ്യൻ ജീവിതം കൊടുക്കണം. 1991 മനോരമയുടെ പ്രധാന വേദിയിലെ വാർത്ത, പരോളിൽ ഇറങ്ങി മണവാളനായി. വീണ്ടും ജയിലിനകത്തേക്ക് വിവാഹം കഴിഞ്ഞ് 13ാമത്തെ ദിവസം തടവറയ്ക്കുള്ളിലേക്ക് കടന്നുപോയി. അവിടുന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റമായി. കണ്ണൂർ സെൻട്രൽ ജയിൽ കുറച്ചു കാലമായി കഴിഞ്ഞ് അവിടുന്ന് 8 കാലത്തിന് തുറന്ന ജയിലിലേക്ക് വന്നു. വീണ്ടും തിരുവനന്തപുരം സെൻട്രൽ ജയിൽ കടന്നു വന്നു. ഒരിക്കലും ഭോജനം പ്രാപിക്കാൻ കഴിയുകയില്ല. എത്രമാത്രം പരോൾ കിട്ടിയാലും എത്രമാത്രം കാര്യങ്ങൾ നേടിയാലും തടവറയ്ക്കകത്തുനിന്ന് മോചനമില്ല എങ്കിൽ എന്നെ വളരെ വേദനിപ്പിക്കുന്ന അനുഭവത്തിൽ കടന്നു വന്നു. എന്നാൽ ആ സമയത്ത് അവൻ എൻ്റെ ഒരു അളിയൻ തൃശ്ശൂര് കുന്നുകുളം കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായിരിക്കുന്ന കുണ്ടുകുളം തിരുമേനിയെ കാണാൻ പോയ സമയത്തിൽ ആ അളിയൻ്റെ പേര് ആന്റണി എന്നാണ്. ആ തിരുമേനിയോട് പറഞ്ഞു, എൻ്റെ ഒരു സഹോദരിയുടെ ഭർത്താവ് തടവറയ്ക്കകത്ത് കിടപ്പുണ്ട്, ഒന്ന് ഓർക്കണേ. വിടുവിക്കണമെന്ന് പറഞ്ഞില്ല, ഒന്ന് ഓർക്കണേ. അദ്ദേഹം പറഞ്ഞു, അന്ന് ഭരിക്കുന്ന മുഖ്യമന്ത്രിയായ AK ആന്റണി അല്പസമയം കഴിയുമ്പോൾ ഇവിടെ ബിഷപ്പ് ഹൗസിൽ വരുന്നുണ്ട്, ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാം. അദ്ദേഹം കടന്നു വന്നപ്പോൾ ആ തിരുമേനി പറഞ്ഞു, ഇത് എൻ്റെ സഹോദരൻ ആന്റണിയാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരി ഭർത്താവ് സെൻട്രൽ ജയിൽ കിടപ്പുണ്ട്, ഇത്ര നമ്പർ തടവുകാരനായി കിടക്കുകയാണ്, ഒരു മോചനം ആവശ്യമാണ് എന്ന് ആ കുണ്ടുകുളം തിരുമേനി പറയുവാനിടയായി. വളരെ താമസിയാതെ തന്നെ ഒരു ജയിൽ റിഫോംസ് കമ്മിറ്റി രൂപീകരിച്ച് സ്വാതന്ത്ര്യസമര സേനാനിയായ AP ഉദയഭാനുവിനെ ആ ജയിൽ റിഫോംസ് കമ്മിറ്റിയുടെ ചെയർമാനെ അവരോധിച്ച് തടവറയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ലിസ്റ്റ് എടുക്കുമ്പോൾ ആൽഫബറ്റിക് ഓർഡർ പ്രകാരം 3ാമത്തെ പേര് ഗീതാകൃഷ്ണനേതായിരുന്നു. ദൈവത്തിനൊന്നും അസാധ്യമല്ല. പ്രിയപ്പെട്ട അച്ഛൻ പറഞ്ഞ പോലെ തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കൃപ നമുക്ക് വേണ്ടി, നാം ഓരോരുത്തർക്ക് വേണ്ടി തക്ക സമയത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തി നമ്മെ മാനിച്ചുയർത്തുവാൻ, നമ്മെ കരുതുവാൻ, നമ്മെ പരിപാലിക്കുവാൻ, നമ്മെ സ്നേഹിക്കുവാൻ, നമ്മെ ഉയർത്തുവാൻ, നമ്മെ വിടുവിക്കുവാൻ, നാം ആരായി തീരണമെന്ന് ദൈവത്തിന്റെ പ്ലാനിനനുസരിച്ച് നമ്മെ വളർത്തണമെങ്കിൽ ഒറ്റ കാര്യം മാത്രമാണ്, ഈ കർത്താവിന്റെ ജീവിതത്തിൽ കർത്താവായി, രക്ഷിതാവായി, വീണ്ടെടുപ്പുകാരനായി, സർവസ്വമായി, ദൈവമായി അംഗീകരിക്കാൻ കഴിഞ്ഞാൽ, അത് അതരങ്ങൾ കൊണ്ട് ഏറ്റുപറയുവാൻ കഴിഞ്ഞാൽ നിശ്ചയമായും ഈ ദൈവത്തിൽ പ്രവർത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. നമുക്ക് പറയുന്നത് ദൈവത്തിന്റെ പൈതൽ, ദൈവ മക്കൾ എന്നാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ആ തടവിൽ നിന്ന് മോചിക്കപ്പെടുവാനും കഴിഞ്ഞ 29-30 വർഷം കർത്താവിന്റെ മഹത്വകരമായ വേലയിൽ അയക്കുന്ന സ്ഥാനത്തെല്ലാം എൻ്റെ ജീവിതത്തിലെ വേർതിരിച്ച് എന്നെ ഒരു മനുഷ്യനാക്കി മാറ്റി, ആ കൊലപാതകി എന്ന പേര് മാറ്റി, അവൻ എന്നെ തടവയിൽ നിന്ന് മോചിപ്പിച്ച ആ ലിസ്റ്റിൽ എൻ്റെ പേര് മാറ്റി ഒരു ദൈവ പൈതൽ എന്ന പദവിക്ക് യോഗ്യമാക്കി എന്നെ നിർത്തി എൻ്റെ കർത്താവിനെ പരമാർത്ഥ ഹൃദയത്തോടെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം 5 മണി കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണത്തിൻ്റെ സമയമാണല്ലോ. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ വാക്കുകൾക്ക് വിരാമമിടട്ടെ. ഇതിവിടെ കടന്നു വരുവാനും എൻ്റെ പ്രിയ സഹോദരനെ കാണുവാനും എനിക്ക് ലഭിച്ച ഭാഗ്യ പദവി ഓർത്താൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തു. കഴിഞ്ഞ ദിവസം എനിക്കൊരു താല്പര്യമുണ്ടായി. എന്നോട് ആദ്യമായി യേശുവിനെ കുറിച്ച് പറഞ്ഞ ആ ജയിലിലെ സബോർഡിനേറ്റ് ഓഫ് റിട്ടയർഡായി 87 വയസ്സ് പ്രായമുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ അദ്ദേഹം പാർക്കുന്നു. അദ്ദേഹത്തിന് കടന്നുപോയി കാണണമെന്ന് ആഗ്രഹം മനസ്സിൽ വന്നു. അദ്ദേഹത്തെ പോയി കടന്നു കണ്ടപ്പോൾ അദ്ദേഹം പഴയ സ്നേഹത്തോടെ കൈവക്കേട്ടാ എന്ന് ചോദിച്ചോണ്ട് വന്നു. പറഞ്ഞൊരു പാസ്റ്ററാണെ ഓർക്കണേ. അദ്ദേഹം ക്ഷമ ചോദിച്ച് സ്നേഹത്തോടെ സൽക്കരിച്ച് വീണ്ടും അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. എൻ്റെ പ്രിയ സഹോദരന്മാരെ, ജന്മന നാം ആരും കുറ്റവാളികളല്ല. നാം ചെയ്ത കുറ്റം സമൂഹമേ കുറ്റവാളാക്കി മാറ്റിയതാ. നമ്മേക്കാൾ എത്രയോ ക്രൂരമായ കുറ്റം ചെയ്ത അനേകർ സമൂഹത്തിലുണ്ട്. അവർ പിടിക്കപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് അവർ സ്വതന്ത്രരായി, നമ്മൾ പിടിക്കപ്പെട്ടു പോയി. എന്നാൽ ഇന്ന് പകൽക്കാലം യേശുവിനാൽ പിടിക്കപ്പെടുവാൻ, യേശുവിനാൽ നയിക്കപ്പെടുവാൻ, യേശുവിന് വേണ്ടി ജീവിക്കുവാൻ നമ്മുടെ ഹൃദയത്തെ കർത്താവിന് കൊടുക്കുന്നുവെങ്കിൽ
ഇതിൽ പല സന്തോഷം ലോകത്തിലില്ല, ഇതിൽ പല പ്രത്യാശ ലോകത്തിലില്ല, ഇതിൽ പല ആനന്ദം ലോകത്തിലില്ല, ഇതിൽ പല സന്തോഷം ലോകത്തിലില്ല, ഇതിൽ പല സ്നേഹം ലോകത്തിലില്ല. സ്നേഹം എല്ലാം സഹിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു. സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. പ്രിയ തിരുവരുമ്പോൾ സ്നേഹത്തെ കുറിച്ച് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. പ്രിയ സ്നേഹിതന്മാരെ, ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എനിക്ക് ഈ കർത്താവിനെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവും എൻ്റെ വീണ്ടെടുപ്പുകാരനും എൻ്റെ ദൈവവുമായി അംഗീകരിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ട്. ഈ ഭൂമിയിൽ ശേഷിക്കുന്നൊരു ജീവിതം എനിക്ക് കർത്താവ് തരികയാണെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാം എന്ന് മനസ്സറിക്കുന്ന എത്ര സഹോദരന്മാർ ഇന്നിവിടെയുണ്ട്. ഇന്നിതായിരിക്കുന്ന സ്ഥാനത്ത് ആ സെല്ലിനകത്ത് കടന്ന് ഒന്ന് കരങ്ങൾ കൂപ്പി ഒന്ന് കണ്ണടച്ച്, ദൈവമേ, യേശുവേ, അങ്ങ് സ്നേഹിക്കുന്ന ദൈവമാ, സ്വർഗത്തിൻ്റെ മഹത്വം വെടിഞ്ഞ്, സ്വർഗീയ ദൂതന്മാരുടെ വന്ദനം വെടിഞ്ഞ്, വേഷത്തിൽ മനുഷ്യനായി ഈ താഴ്വരയിലേക്ക് ഇറങ്ങി വന്ന് 33 വർഷക്കാലം ഭൂമിയിൽ ജീവിച്ച് എൻ്റെ പാപത്തിന് വേണ്ടി കാൽവരി യാഗമായി മരിച്ചു, തിരുവെഴുത്ത് പ്രകാരം അടക്കപ്പെട്ടു, തിരുവെഴുത്ത് പ്രകാരം ഉയർത്തെഴുന്നേറ്റു, അതുപ്രകാരം 3-ാം നാളത്ത് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും മടങ്ങി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അവിടുത്തെ മകനായി തീരുവാൻ, അവിടുത്തെ പൈതലായി മാറുവാൻ, അങ്ങേ സ്നേഹിക്കുവാൻ, അങ്ങയോട് ചേർത്ത് നിൽക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ട് എന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ആരെങ്കിലും ഹൃദയത്തിൽ അപ്രകാരം ചിന്തിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് അകന്നിരിക്കുന്ന ദൈവമല്ല, അങ്ങ് അമ്പരക്കോളിരിക്കുന്ന ദൈവത്തെയല്ല, നമ്മളോട് കൂടി ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ. യേശുവിനൊരു പേരതാ. അവന്റെ ജനത്തെ പാപത്തിൽ നിന്ന് മോചിക്കാൻ ഇരിക്കൊണ്ട് അവന് യേശു എന്ന് പേര് വിളിക്കണം. പാപത്തിൽ നിന്ന് മോചിക്കുന്ന ദൈവം, നമ്മുടെ കൂടെ ജീവിക്കുന്ന ദൈവം. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും അവരുടെ നടുവിൽ ഞാനൊന്ന് അരുൾ ചെയ്ത ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ കാവലും ദൈവത്തിന്റെ പരിപാലനവും ദൈവത്തിന്റെ സംരക്ഷണവും ദൈവത്തിന്റെ കൃപയും നിങ്ങളോട് ഇരിക്കുമാറാകട്ടെ. എന്നെ വിടുവിച്ച ദൈവം നിങ്ങളെ വിടുവിക്കുവാൻ ശക്തരാണ്. ഭാരതീയ പ്രധാന കോടതിയുടെ ഉത്തരവിനെ മാറ്റി സ്വർഗീയ കോടതി വിധി കൽപ്പിച്ചു, എൻ്റെ മകനെ ഇനി ജയിലിനകത്തിടരുത്, പരിപൂർണ്ണ സ്വാതന്ത്ര്യമുള്ളവനായി. 1995 തിരുവനന്തപുരം, ഞാനിവിടെ കണക്ക് കൂട്ടി, 95 ശേഷം 2005, 2005, 29 കൊല്ലമായി അന്നത്തെ ജയിൽ ഉദ്യോഗസ്ഥന്മാരാരും ഇത് കാണുകയില്ല. അവരെല്ലാം റിട്ടയർഡ് ആയിട്ടുണ്ടാകാം. ഞാൻ വന്നുകൊണ്ട് ഓരോരുത്തരും നോക്കി, അന്നത്തെ ജയിൽ ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും ഉണ്ടോ, ശ്രീറാം സാറിനെ നോക്കി വല്ല പരിചയമുള്ള മുഖമാണോ? എനിക്ക് മനസ്സിലായി അന്നത്തെ ആൾക്കാരാണ്. എന്നാൽ ആ ജയിലിൽ നിന്ന് പരിപൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയ കർത്താവ് നിങ്ങൾക്ക് പൂർണ്ണമായി സ്വാതന്ത്ര്യം നൽകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇത്രത്തോളം സമയം എന്നെ ശ്രദ്ധിച്ച ഒരു നിമിഷം നിങ്ങൾക്കത് പ്രാർത്ഥിക്കാൻ കഴിയുമോ? പ്രിയപ്പെട്ട എൻ്റെ സ്നേഹവും വന്ദനവും നന്ദിയും നൽകിക്കൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ ഞാനിരിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.